വയറിളക്കത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മൾ ലൂസ് മോഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് സാധാരണ വയറിളക്കത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വയറ്റിന്ന് പോകുന്നത് പല ആളുകൾക്കും പല രീതിയിലായിരിക്കും. അതായത് ചിലർക്ക് ഒരു ദിവസം നോർമലായിട്ട് തന്നെ സ്വാഭാവികമായിട്ട് തന്നെ 3 മുതൽ 4 പ്രാവശ്യം വരെ വയറ്റിന്ന് പോകാം. അതേസമയം ചിലർക്ക് വൺസ് ഇൻ 3 ഡേയ്സ്, അതായത് 3 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ പോകുള്ളൂ എന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ. അപ്പൊ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം, നമ്മൾ നോർമൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നോർമൽ ഫ്രീക്വൻസി, ഇതിൽ ചേഞ്ച് വരുന്നതിനൊക്കെ നമ്മൾ വയറിളക്കമായിട്ടാണ് കരുതുക. ചെറിയ കുട്ടികളിൽ ഇതിനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ 5 ഇയേഴ്സ്, 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ഏറ്റവും മരണകാരണമാവുന്ന ചുരുക്കം ചില അസുഖങ്ങളിൽ പെട്ടതാണ് വയറിളക്കം. അത് കാരണം 8% കുട്ടികൾ ഇപ്പോഴും ലോകത്ത് മരിച്ചു വീഴുന്നുണ്ട്. വളരെ സൗകര്യപൂർവ്വം ചികിത്സിക്കാവുന്ന ഒരു രോഗമായിട്ട് പോലും ഇത്രയധികം മരണനിരക്ക് ഉണ്ടാവുകയും ഈ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കുഞ്ഞിന് ആ ദിവസങ്ങളിൽ പിന്നെയുള്ള ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൂടുതൽ തൂക്കക്കുറവിലേക്ക് പോവുകയും അങ്ങനെ ഒരു വിഷമവൃത്തത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കുട്ടികളുടെ വയറിളക്കത്തിന് പൊതുവെ ഇത്രയും പ്രാമുഖ്യം ലഭിക്കുന്നത്. ഏറ്റവും കൂടുതലായി കുഞ്ഞുങ്ങൾക്ക് വരുന്ന വയറിളക്കം ഇൻഫെക്റ്റീവ് ഡയേറിയ, അതായത് അണുബാധ മൂലം ഉണ്ടാവുന്ന വയറിളക്കാണ്. അതിൽ ഒരുപാട് തരം അസുഖങ്ങൾ ഉണ്ടാവാം. വൈറൽ ഡിസീസസ് ഉണ്ടാവാം, ബാക്ടീരിയൽ ഡിസീസസ് ഉണ്ടാവാം, എമീബിക് ഡിസെൻട്രി പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവാം, ഫംഗൽ ഡിസീസസ് ഇൻ സർട്ടൻ പീപ്പിൾ. അതല്ലാതെ അവരുടെ ജനിതകമായ ഘടന മൂലം ഉണ്ടാവുന്ന ചില ഭക്ഷണങ്ങളുടെ ദഹിക്കായ്മ കൊണ്ടും വയറിളക്കം ഉണ്ടാവാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ എളുപ്പത്തിൽ ചികിത്സിക്കാവുന്നത് ഇൻഫെക്റ്റീവ് ഡയേറിയ തന്നെയാണ്. പക്ഷെ ചെറിയ കുട്ടികളിലുള്ള അവരുടെ പ്രത്യേക ശീലങ്ങൾ, അതായത് മധുരത്തോടുള്ള ഇഷ്ടം, ജ്യൂസുകളോടുള്ള ആഭിമുഖ്യം, ഇതൊക്കെ കൊണ്ട് നമുക്ക് അല്ലാത്ത ടൈപ്പ് ഡയറിയ, അതായത് ഇൻഫെക്റ്റീവ് അല്ലാത്ത ഡയറിയ, ഓസ്മോട്ടിക് ഡയറിയ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന ഡയറിയ, ചോക്ലേറ്റ്സും ജ്യൂസുകളും കൂടുതലായി കഴിക്കുന്ന കുട്ടികളിൽ കാണപ്പെടുന്ന തരം ഡയറിയാണ്. പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ജനിതകമായ കോസുകൾ കൊണ്ടുള്ള സർട്ടൻ ഫുഡ്സ് ദഹിക്കാൻ പറ്റാതെ വരുന്ന ലാക്ടോസ് ഇൻടോളറൻസ്, അങ്ങനത്തെ ഡയറിയാസ് ഒക്കെ ഉണ്ട്. പക്ഷെ കുട്ടികളിലെ വയറിളക്കം എന്ന് ഒരു ഡോക്ടർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചികിത്സിക്കാവുന്ന, വീട്ടിൽ ചികിത്സിക്കാവുന്ന അല്ലെങ്കിൽ എളുപ്പം ചികിത്സ വേണ്ട വയറിളക്കം ഇൻഫെക്റ്റീവ് ഡയറിയ തന്നെയാണ്. ഈ അടുത്തുള്ള പഠനങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യയിൽ 2021 നടത്തിയ പഠനങ്ങൾ പ്രകാരം വയറിളക്കം നമ്മുടെ നാട്ടില് പെർസെൻറ്റേജ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാർഖണ്ഡ്, UP, നമുക്കറിയാവുന്ന ദാരിദ്ര്യം കൂടുതലുള്ള നഗരങ്ങളിൽ 17%, കേരള, സിക്കിം ഇങ്ങനെയുള്ള നഗരങ്ങളിൽ 1 മുതൽ 3% കുട്ടികളുടെ ഡയറി ഉണ്ടാവുന്നതിന്റെ തോത്. ഇത് സെൽഫ് ഡിക്ലെയർഡ്, അതായത് അമ്മ പറയുന്ന തോതായതുകൊണ്ട് നമുക്ക് കൃത്യമായ കണക്കുകൾ അങ്ങനെ ലഭ്യമല്ല. പക്ഷെ ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം വയറിളക്കം വരുന്ന കുട്ടികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ, ഭാരതത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണം വയറിളക്കം തന്നെയാണ്. വയറിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ കൺസിസ്റ്റൻസിയിൽ പോവുക. അപ്പോൾ ഇതിൽ അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വളരെയധികം പേടിക്കേണ്ട രീതിയിലുള്ള വയറിളക്കം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിന്റെ കളറിൽ, അതായത് നമ്മൾ സാധാരണ മലം മഞ്ഞ നിറത്തിലാണ് വിസർജിക്കുക. അത്രയും മലം നഷ്ടപ്പെട്ട് അത് കഞ്ഞിവെള്ളത്തിന്റെ കളറാവുക, വെള്ള നിറത്തിൽ മലം പോവുക, ചോര കലർന്ന് മലം പോവുക, ഇത് രണ്ടും അപകടകരമായ സാഹചര്യങ്ങൾ തന്നെയാണ്. അതേപോലെ മറ്റു രോഗങ്ങളുടെ ഭാഗമായിട്ട് വയറിളക്കം ഉണ്ടാവും. പൊതുവിൽ നവജാത ശിശുക്കൾക്ക് എന്ത് അസുഖം, സെപ്സിസ് എന്നറിയപ്പെടുന്ന അണുബാധ വരുന്നത് വയറിളക്കമായിട്ട് തന്നെ വരാം. അതേപോലെ ഡെങ്കി പോലെയുള്ള അസുഖങ്ങൾക്ക് ചിലപ്പോൾ വയറിളക്കം അതിന്റെ ഒരു ഭാഗമായി കാണാം. കോവിഡ് വന്നപ്പോൾ പലർക്കും വയറിളക്കം ഉള്ളതായിട്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇങ്ങനെ വേറെ ചില അസുഖങ്ങളുടെ സൂചകങ്ങളായിട്ട് വയറിളക്കം വരാം. ഇതിന്റെ കോംപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഒരു കഥ പറയുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഒരു പീഡിയാട്രീഷ്യനായ ഡോക്ടർ ദിലീപ് മെഹ്ലമിൻബിസ് ആണ് നമുക്ക് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന ചികിത്സാ രീതിയെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുന്നേ കോളറ ബാധിച്ചിട്ടുള്ള മരണം 30% എന്നാണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കണക്കുകൾ. ആ ORS എന്നുള്ള വളരെ
എളുപ്പമായിട്ട് ഏത് വീട്ടിലും കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി കൊണ്ട് 30% മരണകാരണം ഉണ്ടായിരുന്ന ഒരു രോഗം 3 മുതൽ 4% വരെ മരണകാരണമുള്ള രോഗമായിട്ട് മാറി. അപ്പോ അതാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞുങ്ങളിൽ വയറിളക്കം വരുന്ന സമയത്ത് ഇതിനേക്കാളും ഉപരി നമ്മൾ അറിയേണ്ടത് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ വലിപ്പം കുറവാണ്, അവരുടെ ശരീരത്തിലുള്ള ജലാംശം കുറവാണ്, അവര് പെട്ടെന്ന് തന്നെ അതിന്റെ ദൂഷ്യഫലങ്ങൾ, അതായത് വെള്ളം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉള്ള ദൂഷ്യഫലങ്ങൾ, ഷോക്ക്, കാർഡിയാക് ഫെയിലിയർ, അങ്ങനെയുള്ള ഫലങ്ങളിലേക്ക് അവർ പെട്ടെന്ന് പോകും. ഹൈപ്പോവോളിമിക് ഷോക്ക് നമുക്ക് ടോട്ടൽ 100% പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കളറ് വ്യത്യാസത്തിൽ വയറ്റുന്നു പോകുന്നത് വളരെ എമർജൻസി സിറ്റുവേഷൻ ആണ്. ചോര കലർന്നു പോവുക, കഞ്ഞിവെള്ളത്തിന്റെ രൂപത്തിൽ വയറ്റുന്നു പോവുക. ORS കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തുന്ന രീതിയിൽ കുട്ടിക്ക് ഛർദി ഉണ്ടാവുക. അപ്പോൾ പൊതുവില് 1 മണിക്കൂറിൽ 3 തവണ ഛർദിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണം എന്നാണ് ഡോക്ടർമാരുടെ കണക്ക്. അത്രയും കാത്തു നിൽക്കേണ്ട, 1 മണിക്കൂറിൽ 2 തവണ ഛർദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുക. നോർമൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള ആരോഗ്യം ഇല്ലാതെ കുട്ടി തളർന്ന് കിടക്കുക, ഒരു തരത്തിലും കുട്ടി എണീറ്റ് ഭക്ഷണം കഴിക്കാൻ വില്ലിങ് ആവുന്നില്ല, അതിനനുബന്ധിച്ചുള്ള സിവിയർ ആയിട്ടുള്ള വയറുവേദന, അപ്പൻഡിസൈറ്റിസ് അങ്ങനത്തെ ഉള്ള ഭാഗമായിട്ടും വയറിളക്കം വരാം. അതുപോലെ കുട്ടിയുടെ സാധാരണമായിട്ടുള്ള ക്ഷീണം, അപസ്മാരം വരിക, മേല് ചോരപ്പാടുകൾ കാണപ്പെടുക, പെട്ടെന്ന് കുട്ടി വിളർത്തതായി കാണപ്പെടുക, നീര് വെച്ചതായി കാണപ്പെടുക, ഇതെല്ലാം അപകടകരമായ ലക്ഷണങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടുള്ള ചികിത്സാ രീതി ORS ആവശ്യത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ORS ഇപ്പൊ ഒരുവിധം എല്ലാവരുടെയും കയ്യിൽ ലഭ്യമാണ്, എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ലഭ്യമാണ്, അംഗനവാടികളിലൂടെ ആശാവർക്കർമാർ പലർക്കും എത്തിക്കുന്നുണ്ട്. അതിൽ ORS കൃത്യമായി അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കലക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് ഒരു മരുന്നാണ്, അത് വേസ്റ്റ് ചെയ്യുന്നത് മോശമാണ് എന്നുള്ള രീതിയിൽ ഒരു പാക്കറ്റിന്റെ പകുതി എടുത്ത് പകുതി വെള്ളത്തിൽ കലക്കുന്ന രീതി ഇപ്പോഴും ഈ ORS ഫ്രീ ആയിട്ട് അവൈലബിൾ ആവുന്ന കാലഘട്ടത്തിൽ പോലും കാണപ്പെടുന്നുണ്ട്. അതിന് പകരം കൃത്യമായി അതിലുള്ള ഇൻസ്ട്രക്ഷൻസ്, ചില ORSകൾ 5 ഗ്ലാസ് വെള്ളത്തിലാണ് കംപ്ലീറ്റ് പാക്കറ്റ് കലക്കേണ്ടത്, ചില ORSകൾ 1 ഗ്ലാസ് വെള്ളത്തിലാണ് കംപ്ലീറ്റ് പാക്കറ്റ് കലക്കേണ്ടത്. ഈ കലക്കുന്ന സമയത്ത് അതിൽ ഒരു തരി പോലും കളയാതെ കൃത്യമായി കലക്കി കൃത്യമായ അളവിൽ കുട്ടിക്ക് കൊടുക്കുക. വെയിറ്റിനനുസരിച്ച് നിങ്ങളുടെ ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ അംഗനവാടി വർക്കർക്ക് പോലും കൊടുക്കേണ്ട അളവ്, കുഞ്ഞിന്റെ എത്ര ORS കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു തരാൻ അവർക്ക് പറ്റും. 5 വയസ്സിന് മുകളിലുള്ള കുട്ടിക്കാണെങ്കിൽ ദാഹത്തിനനുസരിച്ച് ORS കൊടുക്കാം. അതേപോലെ മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു വരിക, ORS കുടിക്കുന്നതിനനുസരിച്ച് മൂത്രം ഒഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ കുറച്ച് പ്രോബ്ലം ആണ്. അങ്ങനെയുള്ള പേഷ്യൻസും കൂടെ ഡോക്ടർമാരെ സമീപിക്കുന്നതാണ് നല്ലത്. പ്രധാനമായിട്ടുള്ളത് വൃത്തിയുള്ള ഭക്ഷണം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ കൈ കഴുകുന്ന രീതികൾ 5-6 വർഷങ്ങളായി തുടർച്ചയായി പേഷ്യൻസിന് അല്ലെങ്കിൽ എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം ഒരുപാട് സമയം മുന്നേ ഉണ്ടാക്കി വെക്കുക, 4-5 മണിക്കൂറിന് മുന്നേ ഉണ്ടാക്കിയ ഭക്ഷണം കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുക, തുറന്ന് വിസർജ്യം നടക്കുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്യുക, ഈച്ച മറ്റ് ഇൻസെക്ട്സിന് ഭക്ഷണം അടച്ചു വെക്കാതിരിക്കുക, പഴകിയ ഭക്ഷണം വീണ്ടും പുനരുപയോഗിക്കുക, ഇതൊക്കെയാണ് വയറിളക്കം വരാനുള്ള എളുപ്പ വഴികൾ. പക്ഷെ ഇത്രയൊക്കെ നമ്മൾ കരുതിയാലും നിലത്ത് കിടക്കുന്ന സാധനങ്ങൾ വായിലിടുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം ഒരുപക്ഷെ നമുക്ക് പൂർണ്ണമായി പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളതാണ് അടുത്ത വഴി. കുട്ടിക്കുള്ള പ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കുട്ടിക്ക് പോഷകാംശം നിറഞ്ഞ ഭക്ഷണം, പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം, പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ കുട്ടിയുടെ വയറിനനുസരിച്ച് എത്ര പ്രാവശ്യം വേണമോ അത്രയും തവണ. അതായത് നമ്മളിപ്പോ എഡൽസ് ഒരുപക്ഷെ 3 തവണയോ 4 തവണയോ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ഒരു വയറുള്ള കുഞ്ഞു കുട്ടിക്ക് ഒരു ദിവസം 7-8 തവണ ചിലപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യമായിരിക്കും. അതിനനുസരിച്ച് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ORSന് പുറമെ ഇപ്പൊ നമ്മളൊരു പുതിയ ചികിത്സ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതുന്ന ഒരു മരുന്നാണ് സിങ്ക്. സിങ്ക് നമുക്കറിയാവുന്ന പോലെ ഒരു മൂലകമാണ്, ഒരു പോഷകാഹാരമാണ്. സിങ്ക് എന്നുള്ള മൂലകം
വയറിളക്കം പെട്ടെന്ന് മാറാൻ സഹായിക്കുകയും പിന്നീട് വരുന്ന വയറിളക്കം ഇങ്ങനെ തടയാൻ ഉപകരിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വാക്സിൻ കൊടുക്കുന്ന കൂട്ടത്തില് ചിലതരം വാക്സിനുകൾ, റോട്ട വൈറസ് വാക്സിനൊക്കെ സിവിയർ ആയിട്ടുള്ള വയറിളക്കത്തിന്, അതായത് നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള വയറിളക്കം വരുന്നതിനെ തടയുന്ന ചില വാക്സിനുകൾ ലഭ്യമാണ്. 100% പ്രൊട്ടക്ഷൻ ഒന്നും വയറിളക്കത്തിൽ നിന്ന് ഇല്ലെങ്കിലും ആ പ്രത്യേക തരം വൈറസ് കൊണ്ടുള്ള വയറിളക്കത്തിനെ അത് നന്നായി തടയുന്നതാണ്. പൊതുവിൽ സെൽഫ് ലിമിറ്റിംഗ് എന്നറിയപ്പെടുന്ന രോഗങ്ങളിൽ പെട്ടതാണ് വയറിളക്കം. പക്ഷെ പ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ജേംസ്, അതായത് സാധാരണമല്ലാത്ത മൈക്രോബ്സ് കൊണ്ട് വരുന്ന വയറിളക്കം, അതേപോലെ അൺയൂഷ്വൽ ആയിട്ടുള്ള കണ്ടന്റ്, ഒരുപാട് ഓർഗാനിസംസ് നമ്മളെ വയറിൽ ചെല്ലാം, നമ്മുടെ മറ്റ് ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഇപ്പൊ മീസിൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധശേഷി പറ്റെ കുറഞ്ഞു പോകാം, HIV ഉള്ള പേഷ്യൻസിന് പറ്റെ കുറഞ്ഞു പോകാം. അങ്ങനെയുള്ള ആളുകൾക്ക് ഒക്കെ വയറിളക്കം ചിലപ്പോൾ വളരെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിന് പ്രത്യേക ചികിത്സാ വിധികളുണ്ടെങ്കിൽ തടയാൻ പറ്റുള്ളൂ.